ദിവസങ്ങൾക്ക് മുൻപ് സൗദി അറേബ്യയിൽ ഉണ്ടായ കപ്പലപകടം. ആ കപ്പലപകടത്തിൽപ്പെട്ട് മകൻ മരിച്ചുപോയി. ആ കുടുംബമാണ് ഇപ്പോൾ വേദനയിൽ കൂടുതലും നിൽക്കുന്നത്. മരിച്ച മകൻ്റെ മൃതദേഹമൊന്ന് കാണാൻ, അവനെ ഒന്ന് അവസാന നോക്ക് കാണാൻ, അവൻ അന്ത്യചുംബനം നൽകാനായി അവൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഇപ്പോൾ തേടി നിൽക്കുകയാണ്. അവനൊരു അന്ത്യചുംബനം നൽകി, അവൻ്റെ അവസാന ശുശ്രൂഷയും നൽകി അവനെ ഒന്ന് യാത്രയാക്കാൻ, മനസ്സമാധാനത്തോടെ കഴിയാനാണ് ഇപ്പോൾ ആ അച്ഛനമ്മയും ഏറെ പെടാപ്പാട് വേണ്ടുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള സഹായം തേടിയാണ് മാതാപിതാക്കൾ എത്തുന്നത്. എറണാകുളം ചെല്ലാനം സ്വദേശികളായ വിൽസണും റോസ്മേരിയുമാണ് ആറ്റുനോറ്റ് വളർത്തിയ മകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുന്നത്. എഡ്വിൻ മരിച്ചു 19 ദിവസം പിന്നിട്ടിട്ടും മൃതദേഹം നാട്ടിലെത്തിച്ചില്ല എന്നതാണ് ഏറ്റവും വലിയ വിഷമമായിട്ടുള്ള ഒരു കാര്യം. സ്വന്തം മകൻ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിക്കുക എന്നത് ഏതൊരു മാതാപിതാക്കളെ സംബന്ധിച്ച് വളരെയധികം ദുഃഖമുള്ള കാര്യമാണ്. എന്നാൽ അതൊക്കെ മറികടക്കാൻ താൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും. കഫ്റ്റി സഫാനിയ ഓഫ് ഷോറിൽ റിഗിൽ ജോലി ചെയ്യവെയാണ് മൂത്ത മകൻ എഡ്വിൻ ഗ്രേസ് അപകടത്തിൽപ്പെട്ട് മരിച്ചത്. സർക്കാരും സന്നദ്ധ സംഘടനകളും അടിയന്തരമായി ഇടപെട്ട് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും. പ്രതീക്ഷയേറ്റ ദിവസങ്ങൾ തള്ളി നീക്കുന്ന ഈ കുടുംബത്തിന് ഇപ്പോൾ സഹിക്കാൻ പോലും പറ്റുന്നില്ല. 19 ദിവസമായിട്ടും മകൻ്റെ മൃതദേഹം വിട്ടുകിട്ടില്ലെന്നും ഉറക്കമില്ലാതെ കാത്തിരിക്കുകയുമാണ് അമ്മ റോസ്മേരി പറയുന്നത്. 4 മാസം മുൻപാണ് എഡ്വിൻ്റെ വിവാഹം നടന്നത്. വിവാഹത്തിന് പിന്നാലെ സൗദിയിലേക്ക് പോയ എഡ്വിൻ്റെ മരണവാർത്തയുടെ പിന്നീട് വീട്ടുകാർ ഇങ്ങനെയാണ് പറഞ്ഞത്. പിന്നീട് അതിനെ തേടി എത്തുകയും ചെയ്തു. സൗദിയുടെ 1000 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചാണ് അപകടം നടന്നത്. അപകട സമയത്ത് 2 പേരാണ് ഉണ്ടായിരുന്നത്. പെട്ടെന്ന് മകൻ മാറി നിൽക്കാൻ കഴിഞ്ഞില്ലെന്നും രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്നും വിൽസൺ പറയുന്നു. മകൻ്റെ മരണവിവരം അറിഞ്ഞ അമ്മ ഇപ്പോഴും എണീറ്റിട്ടില്ല. ലാളിച്ചു വളർത്തിയ മകനാണ്. അവസാനമായി ഒരു നോക്ക് കാണാനാണ് ആഗ്രഹം. പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ള ദമാമിൽ കൊണ്ടുപോയാണ് മകൻ്റെ മൃതദേഹം വിട്ടുകിട്ടണമെന്നാണ് ആഗ്രഹം. കൊച്ചി MLAയും ഹൈബി ഈഡനും സുരേഷ് ഗോപിയും ഇടപെട്ടിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. 2 ദിവസം കൂടി സാവകാശം നൽകാൻ സുരേഷ് ഗോപി പറഞ്ഞതായും അച്ഛൻ പറയുന്നുണ്ട്. എന്തു ചെയ്തിട്ടായാലും എൻ്റെ മകനെ ഒന്ന് അവസാനമായി കണ്ടാൽ മതി. അവനെ ജീവനോടെ ലഭിച്ചില്ല. അവൻ്റെ മരണ ശുശ്രൂഷകൾ ചെയ്യാനെങ്കിലും ഞങ്ങൾക്ക് അവൻ്റെ മൃതശരീരം വേണം. അതുമാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. പ്രേക്ഷകരും അതുതന്നെയാണ് പറയുന്നത്. എല്ലാവർക്കും അത് മാത്രമേ ആഗ്രഹമുള്ളൂ എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട്. എല്ലാവർക്കും വളരെയധികം വേദന ഇപ്പോൾ അതിലൂടെ വാർത്തയായി മാറുന്നു എന്ന് പ്രേക്ഷകരെല്ലാവരും പറയുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് തന്നെയാണ് പരസ്പരം എല്ലാവരും അന്വേഷിക്കുന്നത്. സൗദിയിലുള്ള UAEയിലുള്ള മറ്റു മലയാളികൾ എല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് അങ്ങനെയാണ് പ്രതികരിക്കുന്നത്. എല്ലാവരും കൃത്യമായി ഈ വാർത്തയെ അന്വേഷിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് കൃത്യമായ ഒരു മലയാളികളുടെ കൂട്ടായ്മയെ കാണിച്ചു തരുന്നതെന്നും പറയുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.